നമസ്കാരം. രാജ്യത്തെ തന്നെ നടുക്കിയ സംഭവമായിരുന്നു ഛത്തീസ്ഗഡിൽ കൗമാരക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം. രക്ഷിക്കാൻ ശ്രമിച്ച പിതാവിനെയും 4 വയസ്സുകാരി സഹോദരിയെയും പ്രതികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. ഛത്തീസ്ഗഡിലായിരുന്നു നാടിനെ തന്നെ നടുക്കിയ അരുംകൊല അരങ്ങേറിയത്. കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 5 പ്രതികൾക്ക് വധശിക്ഷയും ഒരാൾക്ക് ജീവപര്യന്തം തടവും കോടതി വിധിച്ചു. ഛത്തീസ്ഗഡിലെ കോർവ ജില്ലയിലെ അതിവേഗ വിചാരണ കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2021 ജനുവരി 29-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 16-കാരിയായ പെൺകുട്ടിയെ പ്രതികൾ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കല്ലുകൊണ്ട് അതിക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനെയും ഒപ്പമുണ്ടായിരുന്ന 4 വയസ്സുള്ള സഹോദരിയെയും പ്രതികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. പ്രതികളായ സാന്ദ്രം മജ്വാർ, അബ്ദുൾ ജബ്ബാർ, അനിൽകുമാർ സാർത്തി, പർദേശി റാം, ആനന്ദ് റാം പണിക എന്നിവർക്കാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി മമത ഭോജ്വാനി വധശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 302, 376(2), പോക്സോ, SC/ST അതിക്രമങ്ങൾ തടയൽ നിയമം എന്നിവ പ്രകാരമാണ് ശിക്ഷ. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ ഉമാശങ്കർ യാദവിനെ ജീവപര്യന്തം തടവിനും കോടതി ശിക്ഷിച്ചു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഇയാളെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. അതിക്രൂരവും മനുഷ്യത്വരഹിതവും നീചവുമായ പ്രവൃത്തിയാണ് പ്രതികളുടേതെന്നും കോടതി അഭിപ്രായപ്പെടുകയുണ്ടായി. പിതാവിനെയും സഹോദരിയെയും കാണാനില്ലെന്ന് കൊല്ലപ്പെട്ടയാളുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറലോകം അറിയുന്നത്. തുടർന്ന് പ്രതികൾ പിടിയിലാവുകയായിരുന്നു. മുഖ്യപ്രതിയായ സാന്ദ്രം മജ്വാർ മുമ്പ് പെൺകുട്ടിയുടെ വീട്ടിൽ കന്നുകാലി മേയ്ക്കൽ ജോലി ചെയ്തിരുന്നു. പെൺകുട്ടിയെ 2ാം ഭാര്യയാക്കാനും മജ്വാർ ശ്രമിച്ചിരുന്നു. ഇതിനായി ഇയാൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷേ പെൺകുട്ടിയും വീട്ടുകാരും ഇതിന് വഴങ്ങിയില്ല. ഈ വൈരാഗ്യത്തിലാണ് പ്രതിയും കൂട്ടാളികളും പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. പിന്നാലെ പെൺകുട്ടിയുടെ പിതാവിനെയും 4 വയസ്സുള്ള കുട്ടിയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നും കോടതി നിരീക്ഷിച്ചു. തികച്ചും മനുഷ്യത്വരഹിതവും ദയയില്ലാത്തതുമായ നടപടിയാണെന്നും വിധി പ്രസ്താവത്തിനിടെ ജസ്റ്റിസ് മമത ചൂണ്ടിക്കാട്ടി. ഭീരത്വവും പൈശാചികമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. കാമവൃത്തിക്ക് വേണ്ടി നിരപരാധികളായവരെ കൊന്നു തള്ളിയിരിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. പരാതി കിട്ടി 4 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് സ്ഥലത്തെത്തി പ്രതികളെ പിടികൂടുകയും മൃതദേഹങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിക്ക് ശ്വാസമുണ്ടായിരുന്നതായും വിവരമുണ്ട്. എന്നാൽ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലാണ് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്.